ഡബ്ലിൻ ബല്ലു വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം നമ്മുടെ കൃപാസന മാതാവിൻ്റെ ഒരു കാര്യമാണ്. പലരും ചോദിക്കാറുണ്ട്, കൃപാസന മാതാവിനെ എങ്ങനെ നമുക്ക് സാക്ഷ്യമാകാമെന്ന്, അല്ലേ? കൃപാസന മാതാവിന് സാക്ഷ്യമാകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രേക്ഷിത പ്രവർത്തനമാണെന്ന് നമുക്ക് തന്നെ പറയാം. നമ്മുടെ മാതാവിനെ നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും നമ്മൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നമ്മൾ അറിയിക്കുന്ന രീതി, അല്ലേ? നമുക്ക് മാതാവിന് സാക്ഷ്യമാവുക അല്ലെങ്കിൽ മാതാവിന് അറിയിക്കുക എന്നുള്ളത് വലിയൊരു നിമിത്തമാണ്, അല്ലേ? നമുക്ക് നമ്മുടെ മാതാവിനെ ഓരോരുത്തരിലേക്കും എത്തിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ മാതാവ് നൽകുന്ന ഓരോ വിളികളും നമ്മൾ ലോകത്തിന് മുന്നിൽ സാക്ഷ്യമായി അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമായിട്ട് മാറുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഉടമ്പടി കാലത്ത് എപ്പോഴും നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മാതാവിനെ സാക്ഷ്യമാകുക എന്നുള്ളത്, അല്ലേ? മാതാവിനെ സാക്ഷ്യമാകുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, മാതാവ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത്, അല്ലേ? അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രേക്ഷിതമായിട്ടുള്ള ചെയ്യാവുന്ന പ്രവർത്തനം. നമ്മൾ ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ പരിചയക്കാരുടെ അടുത്തേക്ക്, നമ്മുടെ കൂട്ടുകാരുടെ അടുത്തേക്ക്, നമ്മൾ അറിയുന്ന ആളുകളുടെ മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ മാതാവ് തന്ന അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് അവരെ അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദൗത്യം. നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു പ്രേക്ഷിത പ്രവർത്തനമാണല്ലോ അത്. നമ്മുടെ മാതാവ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ അറിയുമ്പോൾ അവർക്കും മാതാവിൻ്റെ അടുത്ത് വരാനും അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ വാങ്ങുവാനുമുള്ള ആ ഒരു പ്രേരണ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ, ഉടമ്പടി കാലത്ത് ചെയ്യാൻ പറ്റിയ പ്രേക്ഷിത പ്രവർത്തനം. എൻ്റെ ഒരു അനുഭവം, ഈ കൃപാസനത്തിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു അനുഭവം ഞാൻ ഒരാളുമായിട്ട് പങ്കുവച്ച സമയത്ത് ഞാൻ എപ്പോഴും ഓർക്കുന്നു, അവരിലുണ്ടായ മാറ്റം, അല്ലെങ്കിൽ അവരിലുണ്ടായ ആ ഒരു തോന്നൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്ക് അങ്ങനെ തോന്നി, അവർ കൃപാസനത്തിൽ പോയി, പിന്നെന്താണ്, ഉടമ്പടി എടുത്ത് അവർ നല്ലതിലേക്ക് എത്തണ കാണുമ്പം നമ്മൾക്ക് സന്തോഷം. അതുപോലെ തന്നെ ഈശോയ്ക്കും മാതാവിനും ഒക്കെ വളരെ സന്തോഷമാണല്ലേ. നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹത്തെ നമ്മൾ പറയാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അത് അറിയാൻ പോകുന്നില്ല. പക്ഷെ പറഞ്ഞറിയിക്കുമ്പം മറ്റുള്ളവർക്ക് അത് എത്തുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് അത് എത്തി അവർക്കും വലിയ അനുഗ്രഹം ആക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ആ പറഞ്ഞ ആൾ ഇനിയും മറ്റുള്ള ആളോട് പറയുമ്പം അതും വേറൊരു അനുഗ്രഹമായിട്ട് മാറുകയാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അല്ലേ? അങ്ങനെ സാക്ഷ്യമാകാൻ ശ്രമിക്കുക. കൃപാസന മാതാവിന് സാക്ഷ്യമാവുക എന്ന് പറയുന്നത് നമ്മളുടെ വാക്കുകളിലൂടെയോ നമ്മുടെ പ്രവൃത്തികളിലൂടെയോ നമ്മുടെ മാതാവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യിച്ചുകൊണ്ടോ അങ്ങനെ പല രീതിയിൽ നമ്മൾക്ക് പ്രേക്ഷിതരാകാം, അല്ലേ? മാതാവിനെ കുറിച്ച്, മാതാവിൻ നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ 100 പേരോട് പറയുമ്പം അല്ലെങ്കിൽ 10 പേരോട് പറയുമ്പം അവരിലുണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ അവരിലുണ്ടാകുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു പ്രവണത ഒക്കെ ഒത്തിരി അനുഗ്രഹങ്ങളിലേക്ക് വഴിതെളിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, അല്ലേ? അപ്പം ഞാൻ ഈ കൃപാസനത്തിൽ പോയി കൃപാസനത്തിലെ അനുഗ്രഹങ്ങൾ മേടിച്ച്, അല്ലെങ്കിൽ കൃപാസനത്തിൻ്റെ വലിയൊരു ഒരു സൗഖ്യം ഞാൻ മറ്റുള്ളവരുമായിട്ട് പങ്കുവച്ച സമയത്ത് എനിക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ ഈ ഒരു കാര്യം മേരി എന്ന് പറഞ്ഞൊരു ചേച്ചിയുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം, മേരി ചേച്ചി പല പ്രാവശ്യങ്ങളിലും കൃപാസനത്തിൽ പോയിട്ടുണ്ടെങ്കിലും മേരി ചേച്ചി അവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം ഇല്ലയെന്ന് പറഞ്ഞ് എപ്പോഴും മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പുള്ളിക്കാരി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിയും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ കാരണം ഈ പ്രാർത്ഥന കൊണ്ടു നടക്കാൻ പറ്റുമോ എന്നൊരു സംശയം പോലെയായിരുന്നു പുള്ളിക്കാരിക്ക് എപ്പോഴും. ഇത് ശരിക്കും ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. എന്നെക്കാളും മൂത്ത ആളാണ്, പക്ഷേ എങ്കിൽ കൂടിയും ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു തോന്നലായിരുന്നു. പക്ഷെ എൻ്റെ ഒരു അനുഗ്രഹം, ഞാൻ കൊടുത്ത നിയോഗങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഗ്രഹം എല്ലാം മാതാവ് ദൈവകൃപയാൽ സാധിച്ചു തന്നത് കണ്ട്, അല്ലെങ്കിൽ സാധിച്ചു തന്നത് കേട്ടപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ അനുഭവം കേട്ടപ്പോൾ മേരി ചേച്ചിയും തീരുമാനിച്ചു, എന്താ പറയാം, ലൈക്ക് അവിടെ പോയിട്ട് ഉടമ്പടി എടുക്കാം. പോകുന്നത് മാത്രമല്ല, ഉടമ്പടി എടുക്കാമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ടീം തന്നെ, ഞങ്ങളുടെ അട്ടപ്പാടി പോയിക്കൊണ്ടിരുന്ന ടീം, ജോസ് ബ്രദറിൻ്റെ കൂടെയുള്ള ടീം, ഞങ്ങളൊരു ദിവസം യാദൃശ്ചികമായിട്ട് അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുന്നതും അതുപോലെ തന്നെ അങ്ങനെ പോയി മേരിച്ച് ഉടമ്പടി എടുക്കുന്നു. കണ്ടോ? അപ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഉടമ്പടിയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഉടമ്പടിയുടെ വിജയം നമ്മൾ അറിയിക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യം, മാതാവിൻ്റെ സാന്നിധ്യം നമ്മൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ അത് മറ്റുള്ളവരിലേക്കും സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്, അല്ലേ?
അപ്പം അങ്ങനെ ഓരോരുത്തരോടും നമുക്ക് മാതാവ് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ധ്യാനിച്ച് പറഞ്ഞ് അവരിലേക്കും ഒരു മാറ്റം എത്തിക്കുവാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഉടമ്പടി കാലത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം. അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ മാതാവിനെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ നമ്മൾ ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പറയാം അല്ലേ, മാതാവിനെ കുറിച്ച് പറയാം. അതുപോലെ തന്നെ നമ്മൾക്ക് മാതാവിൻ്റെ ഉടമ്പടി മാതാവിൻ്റെ അല്ലെങ്കിൽ കൃപാസന മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ വഴി നമ്മൾക്ക് പ്രചരിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മൾക്കത് ഷെയർ ചെയ്തൊക്കെ നമ്മൾക്ക് ഈ ഒരു ഉടമ്പടി കാലഘട്ടത്തിൽ നമുക്ക് മാതാവിനോടൊപ്പമായിരിക്കാം അല്ലേ. നമ്മൾ ഒരു പക്ഷേ നമ്മുടെ ആ ഒരു ഷെയറിലൂടെ ഇപ്പം സോഷ്യൽ മീഡിയയൊക്കെ ഒത്തിരി വളർന്നൊരു കാലമാണല്ലേ. സോഷ്യൽ മീഡിയയിലൂടെ ഒത്തിരി ആളുകൾ അറിയുന്നുണ്ട്. അപ്പം പുറത്തൊക്കെ, പ്രത്യേകിച്ച് അത് പുറത്തൊക്കെ നിൽക്കുന്ന ആളുകളാണ്. ഇപ്പം റീസെൻ്റ് ആയിട്ട് ഒരു ഹിന്ദു പെൺകുട്ടി എന്നെ വിളിച്ച സമയത്ത് എന്നോട് സംസാരിച്ചപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പുള്ളിക്കാരി യാദൃശ്ചികമായിട്ടാണ് ഈ ഒരു കൃപാസന മാതാവിൻ്റെ വീഡിയോ ഒരു ദിവസം കാണുന്നത്. അത് ഫേസ്ബുക്കിലൂടെ ആരോ ഷെയർ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരി ആ വീഡിയോ കാണുന്നത്. അപ്പം ജീവിതത്തിൽ ഒത്തിരി ഏറെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു ആ ഒരു പെങ്കൊച്ചിന്. അപ്പം ഇത് പെട്ടെന്ന് കണ്ടപ്പം ഈ വീഡിയോ പെട്ടെന്ന് കണ്ട സമയത്ത് പുള്ളിക്കാരിക്ക് ഭയങ്കര ഒരു, എന്താ പറയുക, മനസ്സിലൊരു ആശ്വാസം തോന്നുകയും അതിനെക്കുറിച്ച് കൂടുതലും സെർച്ച് ചെയ്യാൻ നോക്കുകയും ചെയ്യുന്നതാണ് എന്നോട് പുള്ളിക്കാരി പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴും ഈ കൃപാസന വീഡിയോ സെർച്ച് ചെയ്ത സമയത്താണ് എൻ്റെ വീഡിയോ പുള്ളിക്കാരി പേഴ്സണലായിട്ട് കാണുന്നത്. അപ്പോൾ കൃപാസന എന്ന് പറയുമ്പോൾ നമ്മൾ യൂട്യൂബ് കൊടുത്ത വീഡിയോ അവർക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കാണാമല്ലോ, നമ്മുടെ ലിസ്റ്റിൽ കാണാമല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടാണ് പുള്ളിക്കാരി എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് ആക്ച്വലി കൃപാസനം. നമ്മൾ നോക്കി, അപ്പം നമ്മൾ ആ ഷെയർ ചെയ്തത് മൂലം, നമ്മൾ ആ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ മാധ്യമങ്ങൾ യൂസ് ചെയ്യുന്നത്, അതിനകത്ത് സോഷ്യൽ മാധ്യമങ്ങൾ യൂസ് ചെയ്യുന്നത്, അതിനകത്തോടെ ഷെയർ ചെയ്തത് മൂലമാണ് ഒരാളിലേക്ക് അത് എത്തിയത്. അവരെന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ സംസാരിച്ച് കണ്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ കൃപാസന മാതാവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കൃപാസന മാതാവിനെക്കുറിച്ചും നമ്മൾ എത്തിക്കുന്നത് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് എത്തിക്കുന്നത് അല്ലേ. അതുമൂലം ഒത്തിരി ആളുകൾക്ക്, അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് മാതാവിനെ അറിയാനുള്ള വലിയൊരു സാധ്യത നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ നിബന്ധനകളിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുകയും അല്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ആ ഒരു ഷെയർ മൂലം മറ്റുള്ളവർക്ക് അത് കിട്ടി അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന അനുഗ്രഹം വലുതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹവും ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഗ്രഹവും വലുതായിരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു ഉപേക്ഷ വിചാരിക്കാൻ പാടില്ല. നമ്മൾക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മൾ കൃപാസന മാതാവിനെക്കുറിച്ച്, ആ ഒരു മരിയൻ ഷ്രൈൻ ആലപ്പുഴ കലവൂർ ആ ഒരു സ്ഥാപനത്തെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെല്ലാം രീതിയിൽ സാധിക്കുമോ അതുപോലെയൊക്കെ നമ്മൾ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളോ അല്ലെങ്കിൽ പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടു വന്നിരിക്കാം. ബട്ട് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഈശോയും മാതാവും നൽകും, അതിൽ മൂലം നൽകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. അപ്പം നമ്മൾ അത് എത്രയും പെട്ടെന്ന് നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുക. നമുക്ക് കിട്ടുന്ന ഓരോ സമയവും നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കാൻ ശ്രമിക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.